അത് ഞാൻ പണ്ടത്തെ ഇവരുടെ എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടത്, അപ്പച്ചിട്ട് എങ്ങനെയാണ് പ്രപ്പോസ് ചെയ്തെന്നൊക്കെ ചോദിക്കാൻ. പിന്നുണ്ടല്ലോ, പിന്നെ എപ്പോഴാണ് കല്യാണം കഴിക്കണോന്നൊക്കെ തോന്നിയത്? തൊട്ടടുത്ത ദിവസം കല്യാണം കഴിക്കണമെന്നൊക്കെ തോന്നുന്നു. കുഞ്ഞല്ലേ തന്നെ. പിന്നെ ഡെയിലി മീശ വരപ്പ്. നാളെ തൊട്ട് എങ്ങനെ കല്യാണം കഴിക്കാന്നുള്ളതാണ് ചിന്ത. വേണോ? തരാം, എന്റെ ഒരെണ്ണം ഉണ്ട്. ഞാൻ റൊമാൻറ്റിക് ആയിട്ട് എന്റെ പഴയ കാര്യം കൊണ്ടുപോയി കുടിച്ചു. അപ്പൊ കല്യാണം കഴിക്കണം തോന്നി. അപ്പൊ അപ്പച്ചിയുടെ അടുത്ത് എന്ന് പറഞ്ഞോ, വലുതായതിനു ശേഷം ഒന്ന് ചെന്ന് പറഞ്ഞോ കല്യാണം കഴിക്കണ കാര്യം? എന്ത് നിന്റെ കുഴപ്പം എന്താണ്? അറിയാം ഒരാകാംക്ഷ അല്ലേ മക്കളെ? കുട്ടാ, നിനക്ക് എന്ത് പറ്റിയടാ? ഒരുപാട് നാളായി ഇത് കഴിച്ചു. ആ മാമനുണ്ടായിരുന്ന പ്രണയം? എനിക്ക് ഇഷ്ടം പോലെ പ്രണയങ്ങളുണ്ട്, ഒരുപാട് പ്രണയമായിരുന്നു. കാട്ടുപടി ഇങ്ങോട്ട് പറ, ഏതൊക്കെ? എനിക്ക് ഈ പ്രകൃതിയോട് പ്രണയമായിരുന്നു, ചെടികളോട് പ്രണയമായിരുന്നു, ഈ എല്ലാ മരങ്ങളോടും പ്രണയമായിരുന്നു. നിങ്ങൾ ഈ ദുശീലങ്ങൾ നടത്താത്തോണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. കൃഷിയോട് പ്രണയമായിരുന്നു. എനിക്ക് നിന്റെ അളിയനോട് പ്രണയമാണ്, പെങ്ങളോട് പ്രണയമാണ്, നിങ്ങളോ എല്ലാവരോടും പ്രണയമാണ്. ഇപ്പൊ രണ്ടുപേരുടെ വന്ന് ഇവരോടും പ്രണയമാണ്. വലിയ സാഹിത്യം തന്നെ മാമന്. അപ്പൊ ഇതായിരുന്നു പ്രണയം, വേറെ അല്ല മനുഷ്യരോട്. എനിക്ക് ഇതിനോട് വരെ പ്രണയം. വേറെ ആരോടും പ്രണയമില്ലായിരുന്നു. എങ്ങനെ? ഏതെങ്കിലും പെൺകുട്ടിയുടെ അടുത്ത് സ്കൂളിലൊക്കെ പഠിക്കുമ്പോ? ഇങ്ങനെ നാട്ടില് പ്രണയത്തിന് വേറൊരു അർത്ഥമാണ്, അതാണ്. അങ്ങനൊന്നും അതിനുള്ളൊരു സമയം നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടില്ല. കാരണം കുഞ്ഞുനാള് മുതൽ ജോലിയും വീട്ടു ജോലികളും കൃഷിയും മറ്റു കാര്യങ്ങളും അതും ഇതും ഉത്തരവാദിത്തങ്ങളും ഒക്കെ വന്നപ്പോഴത്തേക്കും ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാനുള്ള സമയം പോലും കിട്ടിയിട്ടില്ല. ശ്രേയ കപൂർ ഈ കുഞ്ഞിലെ മുതൽ നമുക്ക് ഉത്തരവാദിത്തം വന്നു കഴിഞ്ഞാൽ ഇതിന് സമയം കിട്ടൂലല്ലേ? എന്താ ഞാൻ എന്താ കേട്ടോല്ലേ? അല്ല, ഇവരുടെ സമയത്ത് ഒരു നടി ഉണ്ടായിരുന്നു, ശ്രേയ കപൂർ. അത് പിന്നെ ഈ നടി അവരാണെങ്കിലും നടിക്കുന്ന വേറെ ആൾക്കാരാണ്. അത് വേറെ ഒരു കഥ. ഹിന്ദി സിനിമയിലെ പിന്നെ കിടിലൊരു ഒരു കഥയാണ്. എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ മാമനോട് ചോദിച്ചാൽ മാമൻ പറഞ്ഞു ചർച്ച ചെയ്താ കിട്ടുമോ ഗൂഗിളില്? രഞ്ജിത്ത് കപൂർ അമ്മാവൻ. ഇത് ഗൂഗിൾ ചെയ്താൽ കിട്ടൂല, കറക്റ്റ് കിട്ടുള്ളൂ, അപ്പഴേ കിട്ടുള്ളൂ. അമ്മേ, ഈ പയ്യന്മാരെയൊക്കെ ഇപ്പൊ കണ്ടുപിടിക്കാൻ എന്ത് ഈസി ആണെന്നറിയോ? മാട്രിമോണി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പയ്യന്മാരുണ്ട്. അവരുടെ എഡ്യൂക്കേഷൻ, ഹൈറ്റ്, വെയിറ്റ്, കാസ്റ്റ് ഇതെല്ലാം നമുക്ക് ഫിൽട്ടർ ചെയ്ത് ആളെ കണ്ടുപിടിക്കാം. പണ്ട് ഇങ്ങനത്തെ വല്ല ഓപ്ഷൻ ഉണ്ടായിരുന്നോ? പണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നോ? അച്ഛനമ്മയും കല്യാണം കഴിക്കാൻ പറയും, മണ്ഡപത്തിൽ ചെന്ന് നേരെ ചെന്ന് ഇരിക്കുമ്പോഴായിരിക്കും ചെക്കന്റെ മുഖം പോലും നമ്മൾ കാണുന്നത്. എന്റെ കാലത്ത് അങ്ങനെയല്ലായിരുന്നു. എന്റെ അടുത്ത് വീട്ടുകാർ ചോദിച്ചു താല്പര്യം ഉണ്ടോന്നൊക്കെ. അതെന്താ അങ്ങനെ? അത് മക്കളെ, പണ്ട് ഈ മരുമക്കത്തായാണല്ലോ, പണ്ട് വളരെ മുമ്പ് അത് ഈ അമ്മാവന്മാരാണ് തീരുമാനിക്കുന്നത് അനന്തരവൾക്ക് ആരെ കെട്ടണം. അപ്പൊ അവരെ കുടുംബത്തിലുള്ള ചെറുക്കന്മാർ തന്നെ, മിക്കവാറും ബന്ധുക്കളെ തന്നെ ആയിരിക്കും, മുറച്ചെറുക്കന്മാരെയൊക്കെ തന്നെ ആയിരിക്കും. അവർ ഉടനെ തീരുമാനിച്ച് ഈ പെൺകുട്ടിയുടെ അച്ഛൻ്റെ അടുത്തൊന്ന് പറയും, ഇങ്ങനെ അളിയാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നാണ്, നല്ല ചെറുക്കനാണ്, അവൻ പിടിച്ചാൽ കിട്ടി. അല്ല, ഈ പെൺകൊച്ചുങ്ങളുടെ ഇഷ്ടമൊന്നും അവർ നോക്കൂലേ? അപ്പൊ എവിടെ പെൺകൊച്ചുങ്ങളുടെ ഇഷ്ടം നോക്കില്ല, പക്ഷെ അവര് നല്ല സൂട്ടബിൾ ആയിട്ടുള്ള ചെറുക്കനായിരിക്കും തെരഞ്ഞെടുക്കണം. അവരെ കുടുംബത്തിലുള്ള തന്നെ ഒരു വിശ്വാസത്തിൽ അത്രേ ഉള്ളൂ. പലപ്പോഴും തകരാറും ഉണ്ടായിരുന്നു. അല്ല, അമ്മ ഈ കല്യാണം കഴിക്കാൻ വേണ്ടി ആലോചനയൊക്കെ വന്ന സമയത്ത് സങ്കല്പങ്ങളൊക്കെ കാണുമല്ലോ, കെട്ടാൻ പോകുന്ന പുരുഷൻ എങ്ങനെ ആയിരിക്കണോന്നൊക്കെ. അതെന്തൊക്കെയായിരുന്നു? എനിക്ക് കുറെ സങ്കല്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല 6 അടി പൊക്കമുള്ള ആള് വേണമെന്നുണ്ടായിരുന്നു, നല്ല പഠിത്തം വേണമെന്നുണ്ടായിരുന്നു, അത്യാവശ്യം നല്ലൊരു ജോലി വേണം, നല്ല ഹ്യൂമർ സെൻസ് ഉണ്ടാവണം എന്നുണ്ടായിരുന്നു. അതിനേക്കാളും ഒക്കെ പ്രധാനമായിട്ടേ എന്നെ ഞാനായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാവണം എന്നായിരുന്നു ആഗ്രഹിച്ചത്. സങ്കല്പം എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ നിന്നൊക്കെ ആയിരുന്നപ്പം അങ്ങനെ വലിയ സങ്കല്പമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഗൾഫിൽ പോയി ആ ലൈഫ് സ്റ്റൈലൊക്കെ അങ്ങ് മാറിയപ്പോഴേ കുറച്ച് മോഡേൺ ആയിട്ടുള്ള ഒരു ആള് വേണം എന്നാണ് എന്റെ ഉള്ളിലുള്ള ഒരു സങ്കല്പം. നമ്മുടെ അപ്പച്ചിക്ക് സങ്കല്പമൊക്കെ ഉണ്ടാവോ? അല്ല, ചിലപ്പോ സങ്കല്പം കാണുമായിരിക്കും, പക്ഷെ അവൾ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. നന്നായിട്ട് പാട്ട് പാടണം, മലയാള ഭാഷ നന്നായിട്ട് കൈകാര്യം ചെയ്യണം, പിന്നെ എന്നെ സ്നേഹിക്കണം. ഇത്രേ ഉള്ളോ? മക്കളെ, ഈ സങ്കല്പം എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ നമ്മൾ സങ്കല്പിക്കുന്ന പോലെ എല്ലാം തികഞ്ഞ ഒരാളെ കിട്ടണമെന്ന് ശരിയാണ്, നിർബന്ധം പിടിക്കാൻ പറ്റില്ല. നമ്മുടെ സങ്കല്പത്തിനനുസരിച്ച് നമുക്ക് ആളെ കിട്ടൂല, പക്ഷെ കിട്ടുന്ന ആളെ അതിനനുസരിച്ച് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. തിരിച്ചു അവർക്കും കാണുമല്ലോ സങ്കല്പം. തിരിച്ച് നമ്മൾ അങ്ങോട്ട് അതുപോലെ മാറണമെന്ന് പറയുമ്പോ മാറണം, ഞാൻ മാറേണ്ടി വന്നാൽ മാറണം.
നമ്മുടെ കൂടെ ഉള്ളവർ ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലും സന്തോഷം താനേ വരും. അല്ലെങ്കിൽ പ്രശ്നമായിരിക്കും മക്കളെ. അതെണ്ണം പറഞ്ഞ കറക്റ്റ്. ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ ഒരിക്കലും സെൽഫിഷ് ആവാൻ പാടില്ല. അതെ, നമ്മളെ ഒരുമിച്ച് ജീവിക്കാനായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്വന്തം കാര്യം മാത്രം നോക്കല്ല്, പങ്കാളിയുടെ സന്തോഷം കൂടെ നോക്കണം. ഈ പങ്കാളിയുടെ സന്തോഷം കൂടെ നോക്കുമ്പോഴല്ല അവരുടെ മുഖത്തൊരു പുഞ്ചിരി വരും. ആ ചിരിക്ക് കാരണക്കാരൻ അല്ലെങ്കിൽ കാരണക്കാരി നമ്മളാണെന്ന് അറിയുമ്പം നമുക്കുണ്ടാകുന്ന ഒരു ആത്മസംതൃപ്തി ഉണ്ട്. അതൊന്ന് അനുഭവിച്ച് അറിയണം മോളെ. അല്ലേ മണി? അതെ. എന്നിട്ട് നീ ഇങ്ങനെയൊക്കെ ചോദിച്ചപ്പോ ഞാൻ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. എടീ, ജീവിതം എന്ന് പറഞ്ഞാൽ ഇങ്ങനൊക്കെ തന്നെയാണ്. നമ്മുടെ സന്തോഷത്തിനും മറ്റുള്ളവരുടെ സന്തോഷത്തിനും തുല്യ പ്രാധാന്യം കൊടുക്കണം. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.